നിലമ്പൂരിൽ അൻവർ ഫാക്ടർ ഇല്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു. PV അൻവറിന്റെ പേര് പറഞ്ഞ് ജയത്തിന്റെ മാറ്റ് കുറയ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതായി തോന്നുന്നില്ല. അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീരുമാനിക്കേണ്ടത് നേതൃത്വമാണെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. കേൾക്കാം പ്രതികരണം. അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ തീരുമാനിക്കേണ്ടത് UDFിൻ്റെ നേതൃത്വമാണ്, കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. അത് UDF നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കും. പിന്നെ നിങ്ങൾക്കറിയാം, അൻവർ ഇപ്പോൾ വ്യക്തിപരമായിട്ട് എന്നെക്കുറിച്ച് പല പരാമർശങ്ങളും നടത്തി. എന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസം തന്നെ അദ്ദേഹം പരാമർശങ്ങളൊക്കെ നടത്തി. ആ പരാമർശങ്ങൾക്കൊക്കെ ജനങ്ങളതിന് മറുപടി കൊടുത്തു കഴിഞ്ഞു. ഞാൻ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അൻവറിനെ UDFിൽ എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലേ, ഇപ്പോൾ എടുക്കാൻ കഴിയുമോ എന്നൊന്നും തീരുമാനിക്കേണ്ടത് ഞാനല്ല. UDFിൻ്റെ നേതൃത്വം വളരെ കൃത്യമായ ആ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കും ആ കാര്യങ്ങൾ തീരുമാനമെടുക്കുക. അതിൽ UDF നേതൃത്വത്തിന് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്നതാണ് എനിക്കത് തീർച്ചയാണ്, യാതൊരു സംശയമില്ല. അൻവറിന്റെ മുന്നണി പ്രവേശനം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ KPCC രാഷ്ട്രീയകാര്യ സമിതി തിരുവനന്തപുരത്ത് ചേരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലവും വിശകലനം ചെയ്യും. KPCC DCC പുനഃസംഘടനയും പ്രധാന ചർച്ചയായി മാറും. വേഗത്തിൽ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് പുതിയ നേതൃത്വം ലക്ഷ്യമിടുന്നത്. നിർണായക ലീഗ് നേതൃയോഗം ഇന്ന് മലപ്പുറത്ത് ചേരും. വിവരങ്ങളുമായി റോഷിപാലുണ്ട്. റോഷി, ഗുഡ് മോർണിംഗ് റോഷി. ഇന്നിപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെല്ലാം തിരുവനന്തപുരത്തുണ്ട്. രാഷ്ട്രീയകാര്യ യോഗം ആരംഭിച്ചോ? എപ്പോഴാണ്? PV അൻവറിന്റെ വിഷയം അവിടെ ഏതെങ്കിലും നേതാവ് ഉയർത്താനുള്ള സാധ്യതയുണ്ടല്ലോ അല്ലേ? അരുൺകുമാർ, ഇപ്പോൾ ചേരുന്ന KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമാണ്. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ നേതൃത്വം ചുമതലയേറ്റെടുത്തു. ആ നേതൃത്വം ചുമതലയേറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല അടക്കമുള്ള എല്ലാ നേതാക്കളും എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. യോഗത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം ഉൾപ്പെടെ വിശകലനം ചെയ്യും. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും PV അൻവറിന്റെ മുന്നണി പ്രവേശനം, PV അൻവറിനോട് ഇനി സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാകും. കാരണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി മുന്നേറ്റം ഉണ്ടാക്കണം. അത് സ്വാഭാവികമായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഊർജ്ജം പകരും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു ചർച്ച നടക്കും. കാരണം ഇനി UDF യോഗം നടക്കുമ്പോൾ അവിടെ സ്വാഭാവികമായും മുസ്ലിം ലീഗ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കാര്യത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നത്. ഇതിനൊപ്പം തന്നെ KPCC DCC പുനഃസംഘടന ഈ കാര്യത്തിലും ചർച്ചകളുണ്ടാകും. നേരത്തെ തന്നെ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും ഒപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായും ആശയവിനിമയം നടത്തിയിരുന്നു. ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതിവേഗത്തിൽ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പുതിയ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. DCC പുനഃസംഘടനയും വേഗത്തിൽ നടത്തണമെന്ന അഭിപ്രായ ശക്തമാണ്. അത് എങ്ങനെ പുനഃസംഘടിപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു അവ്യക്തതയാണ്. ആ കാര്യത്തിൽ ഒരു ചർച്ചയും തീരുമാനവും ഉണ്ടാകും. ഏതായാലും അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചുവരാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തത്. അതിന് മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാകണം. അതിനുള്ള തന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ എങ്ങനെയാവണം എന്നതിനെക്കുറിച്ച് അടക്കമുള്ള ചർച്ചകളാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉണ്ടാവുക. താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.